അതെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പൊസിഷൻ ആൻഡ് ആംഗിൾ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ ഒരു സെഡ് പോലത്തെ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും 45 ആയിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മളെന്ത് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ ഇങ്ങനെയുള്ള പിന്നെ ഒരു 2 ലൈന് പാരലൽ ആകുമ്പോൾ പിന്നെ വേറൊരു ലൈന് വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടോട്ടലി പിന്നെ 8 ആംഗിളുകൾ ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു ആംഗിളും 45 ആണ്. നമ്മൾ നേരത്തെ ആ സെറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി പിന്നെ ഈ ഓപ്പോസിറ്റായിട്ട് ഇവിടെ വരുന്ന ആംഗിളും 45 ആയിരിക്കും എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു. പിന്നെ ലീനിയർ പെയർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇവിടെ എത്രയാണ് വരിക എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഈ ഒരു 8 ആംഗിളുകളും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. പിന്നെ എന്നിട്ട് ഈ സെഡിൻ്റെയും ഈ എന്നിൻ്റെയും ഈ എമ്മിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു. കറക്റ്റ് എം ആണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ആ ആംഗിളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇവിടെയുള്ള ഈ ഓപ്പോസിറ്റ് പൊസിഷനും പിന്നെ ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള ഈ ഒരു ബോക്സും വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പാരലോഗ്രാമിൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ 55 ആണെങ്കിൽ ഇവിടെ 125, ഈ 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇവിടെ വരുന്ന ആംഗിളുകൾ കൂട്ടിയാൽ 180 കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഓപ്പോസിറ്റിലുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് 55 ആണെങ്കിൽ ഇതും 55 ആയിരിക്കും, ഇത് 125 ആണെങ്കിൽ ഇത് 125 ആയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം, പിന്നെ പാരലോഗ്രാം ആയാലും സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും ഒക്കെ നമ്മൾ 360 ആണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പിന്നെ ട്രയാങ്കിളിൻ്റെ ഒരു വിഷയം പറഞ്ഞു. ട്രയാങ്കിളിൻ്റെ പിന്നെ 180, ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് 180 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അപ്പോൾ നമുക്ക് 2 ആംഗിളുകളാണ് ഇവിടെ തന്നത് എങ്കിൽ മൂന്നാമത്തെ ഒരു ആംഗിൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ 80യും 40 ആണെങ്കിൽ 80യും 40യും കൂട്ടിയാൽ നമുക്ക് 120 കിട്ടും. 120 കിട്ടിയാൽ ഇവിടെ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 80 + 40 120 കിട്ടും. അപ്പോൾ 180 മൈനസ് 120 ചെയ്താൽ നമുക്ക് പിന്നെ ഇവിടെയുള്ള ആംഗിൾ 60 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ താഴോട്ടേക്ക് വരികയാണ്. ഇത്തരം പിന്നെ ട്രയാങ്കിളുകൾ വരയ്ക്കാനും പിന്നെ അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യാനൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിവിടെ പിന്നെ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ നമുക്കിവിടെ ഇത് 5 സെൻറ്റിമീറ്ററാണ്, ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രിയാണ്. നമ്മൾ പാരലോഗ്രാം വരച്ചതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ നമുക്ക് പെട്ടെന്ന് ആംഗിൾ വെച്ചിട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യും. അപ്പോൾ നമുക്കറിയാം മൊത്തം ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടണം എന്നുള്ളത്. ഇവിടെ ഓൾറെഡി ഈ 2 ആംഗിളുകൾ കൂട്ടിയാൽ 100 കിട്ടും. അപ്പോൾ 180 മൈനസ് 100 80. ഇവിടെ ഉള്ള ആംഗിൾ 80 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ പിന്നെ നമുക്ക് ഇത്തരം ഫിഗറുകളാണ് നമുക്ക് എക്സാമിന് വരിക. ഇത്തരം ഫിഗർ വന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആംഗിളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻറ്റ് തരും. ആ ഹിൻറ്റ് വെച്ചിട്ട് ബാക്കിയുള്ള ആംഗിളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇവിടെ തന്നെ ജസ്റ്റ് നമ്മൾ നോക്കുക. ഈ ഒരു പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ പിന്നെ ആംഗിൾസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ
അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ആണെങ്കിൽ 4 സൈഡും പിന്നെ പെർപെൻഡിക്കുലർ, ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് 4 ആംഗിളുകൾ ഫോം ചെയ്യും നമുക്കറിയാം. അപ്പോൾ ഇത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിയിൽ നിന്ന് പിന്നെ 90 മൈനസ് 25 ചെയ്താൽ നമുക്കിവിടെ ഉള്ള ആംഗിൾ കിട്ടും. ഇനി 90 മൈനസ് 40 ചെയ്താൽ പിന്നെ നമുക്കിവിടെ ഉള്ള ആംഗിളും കിട്ടും. ആ 2 ആംഗിളുകൾ കിട്ടിയാൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം 180 ആണ്. അപ്പോൾ കിട്ടുന്ന ആ 2 പിന്നെ ആംഗിളുകളിൽ നിന്ന് കൂട്ടിയിട്ട് ഈ 180 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഭാഗത്തുള്ളയും കിട്ടും. ഇനി അതല്ലാതെ പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച പാരലൽ ലൈൻസിൻ്റെ സാധനം വെച്ചിട്ട് നോക്കാം. അത് ഇതിലൂട്ടൊരു ലൈന് വരച്ചിട്ടാണ്. അത് വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചില സമയത്ത് നമുക്ക് ഏതാണോ എളുപ്പം എന്നുള്ളത് നോക്കി നമുക്ക് ചെയ്യാം. പിന്നെ ഇത്തരം ഈ ഒരു പിന്നെ ഫിഗർ നമ്മൾ ചെയ്തതാണ്. ഈ ഒരു ഫിഗറിൽ വളരെ സിമ്പിളായിട്ടാണ്. ഇവിടെ 45 ഉണ്ട്. അപ്പോൾ 2 ലൈന് പാരലലാണ്. പിന്നെ അപ്പോൾ ഒരു Z പോലെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇവിടെയും 45 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനിയോ ഇവിടെ 35 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു Z ആണ്. ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ 35 ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ 2 ആംഗിളുകൾ നമുക്കിവിടെ കിട്ടി. ഈ 2 ആംഗിളുകളും കൂട്ടിയിട്ട് കിട്ടുന്നതിൽ നിന്ന് 180 മൈനസ് ഈ സമ്മ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ ഈ ഓപ്പോസിറ്റിലുള്ള ഇവിടെയുള്ള ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഈ ഒരു ആംഗിളും നമുക്ക് കണ്ടുപിടിക്കുക, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതാണ്. നമ്മളിങ്ങനെ ഒരു